ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. മസാല ഓട്സ് തയ്യാറാക്കാനായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിയായി അരിഞ്ഞ 3 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ കളർ ചേഞ്ച് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറ് ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സൈസ് സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം വഴറ്റി കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സൈസ് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് അധികം ചാറുള്ള തക്കാളിയായിട്ട് തോന്നുന്നില്ല. ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്ന് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഗ്രീൻ പീസ്. ഇവ 3ഉമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വെജിറ്റബിൾസ് വെന്ത് വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഞാനിവിടെ സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അടിക്ക് പിടിക്കും എന്നുള്ളതുകൊണ്ട് കുറച്ച് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. സോയ് സോസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്.
സോയ സോസിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഈ ഓട്സ് നമുക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്, വറുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമ്മളൊരു 2 മിനിറ്റ് നേരം വഴറ്റി കൊടുത്താൽ മതിയാവും. 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ഓട്സിന് 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എങ്കിലേ ഒരു കഞ്ഞിയുടെ കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഡയറ്റൊക്കെ കാര്യമായിട്ട് നോക്കുന്നവർക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മസാല ഓട്സ്. വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ഓട്സ് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ മസാല ഓട്സ് നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അവസാനമായി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊന്നും വിശപ്പ് തോന്നത്തില്ല. ഓട്സ് കൊണ്ട് പല പല റെസിപ്പീസൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും. ഡയറ്റ് ശ്രദ്ധിക്കുന്നവർക്കും ഡയബറ്റീസ് പേഷ്യൻസിനും ഒക്കെ കഴിക്കാവുന്നതാണ് ഈ മസാല ഓട്സ്. കൊച്ചു കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ഇഷ്ടപ്പെട്ട് കഴിക്കുമായിരിക്കും. വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് ഒരു കഞ്ഞിയുടെ കൺസിസ്റ്റൻസിയിലാണെങ്കിലും ടേസ്റ്റ് നല്ല രസമാണ്. ഇത് കുറച്ച് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റമക്ക് ഫില്ലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.